ആകട്ടെ എന്ന് ഞാനിപ്പോ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് കുറച്ച് ഭാഗ്യം കൂടിയുള്ള ആളായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ ഷാജി സാഹിബിന്റെ ഒപ്പം കാ ഫെസ്റ്റിവലില് കഴിഞ്ഞ ഫെബ്രുവരി മാതൃഭൂമിയുടെ കാ ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് ഞങ്ങൾ തമ്മിൽ പൊരിഞ്ഞ പോരാട്ടായിരുന്നു. അന്ന് ഞാൻ ഉയർത്തിയിട്ടുള്ള വലിയൊരു വാദം അങ്ങേക്ക് ഓർമ്മയുണ്ടാവും. കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാനപരമായി മതേതരമല്ല എന്നായിരുന്നു എന്റെ വാദം. മതേതരത്വം എന്ന ആശയം 42ാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി 75-ൽ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് അതിലേക്ക് ചേർത്ത് വെച്ചതാണ്. അത് നിലനിൽക്കുന്നതല്ല. ഇന്ത്യൻ ഭരണഘടനാ ശില്പികൾ ഒരിക്കലും മതേതര രാജ്യമായി ഇന്ത്യയെ കണ്ടിട്ടില്ല എന്നുള്ളതായിരുന്നു എന്റെ ആർഗ്യുമെന്റ്. അതായിരുന്നു BJPയുടെ നറേറ്റീവ്. ഞങ്ങൾ ഏറെക്കാലമായി പറഞ്ഞുകൊണ്ടിരുന്ന നറേറ്റീവ് അതായിരുന്നു. ഒരുപക്ഷെ ഒരു വശത്ത് നിന്ന് ചിന്തിക്കുന്ന സമയത്ത് ശരിയാണല്ലോ, അടിയന്തരാവസ്ഥ കാലത്ത് 42ാം ഭരണഘടനാ ഭേദഗതി എങ്ങനെ മതേതരത്വം അതിൽ ചേർക്കും? മതേതരത്വവും സോഷ്യലിസവും ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ ചേർത്ത നടപടി തെറ്റായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഈ കോൺഗ്രസിൽ ചേർന്നതിന് ശേഷം ഒരാഴ്ചക്കുള്ളിലാണ് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടാവുന്നത്. BJPയുടെ നേരത്തെയുള്ള നേതാവ് സുബ്രഹ്മണ്യം സ്വാമി, BJPയുടെ ഒരു പഴയ സ്പോക്സ് പേഴ്സൺ അശ്വിനി കുമാർ ഉപാധ്യായ, ഇവർ രണ്ടുപേരും സുപ്രീം കോടതിയിൽ പോയിരുന്നു. 42ാം ഭരണഘടനാ ഭേദഗതി തെറ്റാണെന്നും പ്രിയാമ്പിളിൽ സെക്യുലറിസവും സോഷ്യലിസവും ചേർത്ത ഇന്ദിരാഗാന്ധിയുടെ നടപടി തെറ്റാണെന്ന് വിധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയപ്പോ ആ പെറ്റീഷൻ എടുത്ത് സുപ്രീം കോടതി ചവറ്റുകൊട്ടയിൽ തള്ളിയത് ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന ഒരാഴ്ചക്കകമാണ്. എന്നിട്ട് പറഞ്ഞു, ഭരണഘടനയുടെ പ്രിയാമ്പിൾ തിരുത്തിയ ഇന്ദിരാഗാന്ധിയുടെ നടപടി ശരിയാണ് എന്ന് ഇന്ത്യയുടെ പരമോന്നത കോടതി വിധിച്ചു. ഞാൻ അത്ഭുതത്തോടെ നോക്കി, എന്തുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളൊന്നും അത് ചർച്ച ചെയ്തില്ല? ചർച്ച ചെയ്തു, എനിക്കറിയില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയായിരുന്നു, എന്തേ ചർച്ച ചെയ്തില്ല? അത് മാത്രല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ സെക്യുലറിസവും സോഷ്യലിസവും ഉൾപ്പെടുത്തിയ നടപടി ശരിയാണ് എന്ന് പറയുമ്പോൾ മറ്റൊരു വശം കൂടി അതിനുണ്ട്. ആരൊക്കെ എത്രയൊക്കെ സ്വപ്നം കണ്ടാലും നമ്മുടെ ഈ മനോഹരമായ രാജ്യത്തെ ഒരു മതരാജ്യമാക്കി മാറ്റാൻ സാധിക്കില്ല എന്നുകൂടി സുപ്രീം കോടതി അടിവരയിട്ടിരിക്കുകയാണ്. ഞാൻ എന്തുകൊണ്ടാണ് അത് പറയുന്നത്? നേരത്തെയുള്ള 2 സുപ്രീം കോടതി വിധികളുണ്ട്. ഇത് മാത്രമല്ല, നേരത്തെയുള്ള 2 സുപ്രീം കോടതി വിധികൾ, ഒന്ന് SR ബൊമ്മെ കേസിലെ വിധിയുണ്ട്, വിധിയുണ്ട്, കേശവാനന്ദ ഭാരതി കേസിലെ വിധിയുണ്ട്. ഈ 2 വിധികളിലും സുപ്രീം കോടതി അസന്നിഗ്ധമായി പറയുന്ന കാര്യം, മതേതരത്വം, സെക്യുലറിസം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ശിലയാണ്, ബേസിക് സ്ട്രക്ചർ ആണ് എന്ന് പറയുന്നു. അതായത്, ഒന്ന്, ഇന്ദിരാഗാന്ധി ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ മതേതരത്വം ഉൾപ്പെടുത്തിയ നടപടിയെ സുപ്രീം കോടതി ശരിവെച്ചിരിക്കുന്നു. 2, മതേതരത്വം എന്ന വാക്ക് ഭരണഘടനയിൽ നിന്ന് എടുത്തു മാറ്റാൻ സാധ്യമല്ല എന്ന നിലപാടും സുപ്രീം കോടതി 2 തവണ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഭരണഘടന തിരുത്തണമെന്ന് കർണാടകയിൽ നിന്നുള്ള BJP നേതാവ് ഇങ്ങനെ തൊണ്ട പൊട്ടുമാർ വിളിച്ചു പറഞ്ഞാലും, അത് ഈ ഭരണഘടനയെ കുറിച്ച് അങ്ങേയറ്റം ആക്ഷേപകരമായി കേരളത്തിൽ നിന്നുള്ള മന്ത്രി പ്രസംഗിച്ചാലും, പ്രിയപ്പെട്ടവരെ, ഈ ഭരണഘടനയാണ് വാസ്തവത്തിൽ നമ്മളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ആ ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സത്തയെ ഇടിച്ചു താഴ്ത്താൻ, ഇല്ലാതാക്കാൻ ഒരാൾക്കും സാധിക്കില്ല. ആ ഭരണഘടനയിലുള്ള വിശ്വാസം തന്നെയാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തിലധികം നിരന്തരമായി ലെജിസ്ലേഷൻ ആഫ്റ്റർ ലെജിസ്ലേഷൻ, നിയമങ്ങൾക്ക് മേൽ നിയമങ്ങൾ, നിയമപരിഷ്കരണങ്ങൾ കൊണ്ടുവന്ന് ഒരു വിഭാഗം ജനങ്ങളെ പാർശ്വവൽക്കരിക്കുകയും അകറ്റി നിർത്തുകയും അവരെ ഭീതിയിലാഴ്ത്തുകയും ചെയ്തപ്പോൾ പോലും ഈ രാജ്യം ഒരു അനാർക്കിയിലേക്ക് പോകാതെ, ഈ രാജ്യം മറ്റ് പല വിദേശ രാജ്യങ്ങളെയും പോലെ ആഭ്യന്തര യുദ്ധങ്ങളിലേക്ക് പോകാതെ, സംഘർഷത്തിലേക്ക് പോകാതെ സമാധാനപരമായി നിലനിന്നിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യർക്ക് ഈ രാജ്യത്തെ ഭരണഘടനയിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ജനാധിപത്യത്തിന്റെ ഭാഗമായി ഈ ഭരണഘടനയെ മാനിക്കുന്ന ഒരു സർക്കാർ അധികാരത്തിൽ വരും. വ്യക്തമായി പറഞ്ഞാൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരുമെന്ന ജനങ്ങളുടെ പ്രതീക്ഷയാണ് വാസ്തവത്തിൽ ഈ രാജ്യത്തിന്റെ സേഫ്റ്റി വാൾവായിട്ട് നിലനിൽക്കുന്നത്.
നമ്മുടെ ജനാധിപത്യത്തിന്റെ സേഫ്റ്റി വാൾവ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരികെ വരുമെന്നുള്ള പ്രതീക്ഷയാണ്. കന്യാകുമാരിയിൽ നിന്നൊരു മനുഷ്യൻ ത്രിവർണ്ണ പതാക നെഞ്ചോട് ചേർത്ത് വെച്ച് കാശ്മീർ വരെ നടക്കുമ്പോൾ ലക്ഷാവധി ജനങ്ങൾ കൂടെ നടക്കുന്നുണ്ടെങ്കിലുണ്ടല്ലോ, അത് ആ മനുഷ്യനുള്ള പ്രതീക്ഷയാണ്. ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും നമ്മുടെ ആ പഴയ നല്ല കാലം തിരികെ വരും. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് മാനവികതയാണ്. എനിക്ക് മുൻപേ സംസാരിച്ചവർ, ബഹുമാനായിട്ടുള്ള പിതാവും സാദിഖ് അലി തങ്ങളുമൊക്കെ നമ്മുടെ നാടിന്റെ നല്ല അംശങ്ങളെ കുറിച്ച് ഇവിടെ എടുത്തു പറയുകയുണ്ടായി. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അത് തകർക്കാൻ നമ്മൾ ആരെയും അനുവദിച്ചുകൂടാ. അത് തകർക്കരുത് എന്ന് പറഞ്ഞതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ ഹോട്ടലുകളിൽ, മുസ്ലിങ്ങൾ നടത്തുന്ന ഹോട്ടലുകളിൽ കൊടുക്കുന്ന ഭക്ഷണത്തിൽ മുസ്ലിങ്ങൾ തുപ്പിയിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത് എന്ന് നിന്ദ്യമായ, ഹീനമായ നുണപ്രചരണം നടത്തിയ എന്റെ പഴയ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് ശരിയായില്ല എന്ന് പരസ്യമായി പറഞ്ഞതാണ് ഞാൻ ആദ്യം ആ പാർട്ടിയിൽ നടപടി നേടാണ്ടായ കാരണം. ഈ നാട്ടിലെ ജനങ്ങളെ ഹിന്ദു എന്നും മുസ്ലിം എന്നും ക്രിസ്ത്യാനി എന്നും പറഞ്ഞ് വേർതിരിച്ച് പരസ്പരം സാമ്പത്തിക ഉപരോധം നടത്തി ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയില്ല. ഈ ബഹുസ്വര സമൂഹത്തിൽ അങ്ങനെ ചെയ്യരുത്. വികാരമല്ല, വിവേകമായിരിക്കണം നമ്മളെ നയിക്കേണ്ടത് എന്ന് ഞാനിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് എനിക്കിന്ന് ലജ്ജയുണ്ട്. സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് എനിക്കത് പിൻവലിക്കേണ്ടി വന്നു. എനിക്കൊന്ന് ഭയമായിരുന്നു. കാരണം ഒരു ചെകുത്താൻ കൊട്ടയ്ക്ക് അകത്താണ് നിൽക്കുന്നത്. ജയിലിനകത്ത് കിടക്കുമ്പോൾ ജയിൽ സൂപ്രണ്ട് പറഞ്ഞത് കേട്ടേ മതിയാവും, ഇല്ലെങ്കിൽ 2 ഇടി കൂടുതൽ കിട്ടും, വൈകുന്നേരം ഭക്ഷണം കിട്ടില്ല. ആ അവസ്ഥയായിരുന്നു. ലക്ഷദ്വീപില് ജനങ്ങൾ മുഴുവൻ മയക്കുമരുന്ന് കച്ചവടക്കാരും മതതീവ്രവാദികളുമാണെന്നും 3000 കോടിയുടെ ആയുധം കണ്ടെത്തി, മയക്കുമരുന്ന് കണ്ടെത്തിയെന്നും പഴയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞപ്പോ ലക്ഷദ്വീപിലെ ജനങ്ങളും ഇന്ത്യക്കാരാണ്, അവരെ അപരവൽക്കരിക്കുകയും അന്യവൽക്കരിക്കുകയും ചെയ്യരുത്, അവരെയും ചേർത്ത് പിടിക്കണം, അവരും ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞ് പരസ്യമായി പറഞ്ഞയാളാണ് ഞാൻ. അതിന്റെ പേരിൽ വേട്ടയാടപ്പെട്ടയാളാണ്. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിക്കെതിരെ അതിഹീനമായിട്ടുള്ള വർഗീയ പ്രചരണം നടന്നപ്പോ അതിൽ നിന്നും മാറി നിന്നത് ഞാൻ ചെയ്ത തെറ്റാണ്. പ്രിയപ്പെട്ടവരെ, ആ ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിനുള്ളിൽ നിൽക്കുന്ന മഹാഭൂരിപക്ഷം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരും വാസ്തവത്തിൽ അവരെല്ലാവരും ഈ സമൂഹത്തിൽ ഇടപഴകി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ്. എനിക്കൊരു സംശയമോ കാര്യത്തിലില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവരൊക്കെ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ആ മാർഗം ശരിയല്ല എന്ന് തിരിച്ചറിഞ്ഞ് ശരിയായ രീതിയിലേക്ക് വരുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. സമയമെടുക്കും. വലിയ തോതിൽ ധനസമ്പത്തുള്ള, പണം കൊണ്ട് എന്തിനേയും വാങ്ങാൻ സാധിക്കുമെന്ന അഹങ്കാരമുള്ള ഒരു വലിയ സംവിധാനത്തിനെതിരെ പോരാടിക്കൊണ്ടാണ് ഞാൻ പുറത്തു വന്നത്. പല ആളുകളും ചോദിച്ചു, നിങ്ങൾ എടുത്തത് തെറ്റായ ഡിസിഷൻ ആയിരുന്നില്ലേ ഇതുപോലെ ഒരു വലിയ സംവിധാനത്തിന് പുറത്തു വരുന്ന സമയത്ത്? ഒരുപക്ഷെ ഭൗതികമായിട്ടുള്ള സുഖ സൗകര്യങ്ങളാണ് ലക്ഷ്യമാക്കിയിരുന്നതെങ്കിൽ എനിക്ക് ഏറ്റവും സൗകര്യം നേരത്തെയുള്ള പാർട്ടി നിൽക്കുന്നത് തന്നെയായിരുന്നു. കേന്ദ്ര ഭരണമുള്ള പാർട്ടിയാ. അതല്ലെങ്കിൽ സംസ്ഥാനത്താണെങ്കിൽ സംസ്ഥാന ഭരണമുള്ള ആളുകളുടെ കൂടെ നിൽക്കാമായിരുന്നു. ഞാൻ അവിടെ നൽകിയ വില എന്ന് പറയുന്നത് എന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം, എനിക്ക് പറയാനും എനിക്ക് സംസാരിക്കാനും എനിക്ക് യാത്ര ചെയ്യാനും നിർഭയമായ ഒരു ഇന്ത്യക്കാരൻ അനുഭവിക്കേണ്ട എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഒരു അധികാരവും ഇല്ലാത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വന്നത്. രാജ്യത്ത് അധികാരത്തിലില്ല, സംസ്ഥാനത്ത് അധികാരത്തിലില്ല. മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ബന്ധനം കാഞ്ചന കൂട്ടിലാണെങ്കിലും അല്ലെ, ബന്ധനം തന്നെയാണ് പാരില്. നിങ്ങൾ സ്വർണത്തിന്റെ കൂട്ടിൽ ഇങ്ങനെ ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചപ്പോ ഞാൻ പറയണ്ടായി, നേരത്തെ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ റോങ് ചോയ്സ് ആയിപ്പോയി, നിങ്ങൾക്ക് CPM പോയി കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടായിരുന്നു, സൗകര്യങ്ങൾ കിട്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് 20 വർഷം ജീവപര്യന്തം അനുഭവിച്ച് എനിക്ക് വിയ്യൂര് ജയിലിൽ നിന്ന് കണ്ണൂർ ജയിലിലേക്ക് ട്രാൻസ്ഫർ അല്ല വേണ്ടത്. എനിക്ക് പുറത്തിറങ്ങി പോവാണ് വേണ്ടത്, സ്വാതന്ത്ര്യമാണ് വേണ്ടത്.
പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയമുണ്ടല്ലോ, ജനങ്ങളെ തമ്മിൽ തെറ്റിക്കുന്ന, മനുഷ്യനെ മതത്തിന്റെ പേരിൽ തെറ്റിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഏറ്റവും നെറികെട്ട ഉദാഹരണങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണുകയാണ്. 2 ദിവസം മുമ്പ് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ കോഴിക്കോട്ടെ ജില്ലയുടെ അമരക്കാരൻ പറയുകയാണ്, ഈ അടുത്ത ദിവസങ്ങളിലായി, അടുത്ത കാലങ്ങളിലായി മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലൊക്കെ പ്രചാരം നേടിയിട്ടുള്ള ഒരു വ്യായാമ ശൃംഖല MEX7 അല്ലെ, അത് തീവ്രവാദ പ്രവർത്തനമാണ് എന്ന് പറയുകയാണ്. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനം പറയുന്നു അത് തീവ്രവാദ പ്രവർത്തനമാണ്. CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാരാർജി ഭവനിൽ നിന്ന് ഇറങ്ങിയിട്ട് സുരേന്ദ്രൻ പറയുന്നു അത് തീവ്രവാദ പ്രവർത്തനമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താ ഈ ഇവര് തീവ്രവാദ പ്രവർത്തനം എന്ന് പറയാൻ കാരണം? അവർ കണ്ടെത്തിയിട്ടുള്ള ന്യായം, രാവിലെ ഈ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഒക്കെ വ്യായാമം ചെയ്യുന്ന ആളുകൾ, ആ MEX7-ന്റെ ഭാഗമായിട്ട് വ്യായാമം ചെയ്യുന്ന ആളുകളിൽ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലാണ്. ഈ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ കൂടുതൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട